പൃഥ്വിരാജ് എന്ന ആക്ടറിനെ സംബന്ധിച്ച് തുടക്കകാലത്ത് അദ്ദേഹത്തിന്റെ കരിയറിന് അത്യാവശ്യം കോൺട്രിബ്യൂട്ട് ചെയ്തൊരു സംവിധായകനായിരുന്നു വിനയൻ. 4 സിനിമകളിലാണ് ഇവർ ഒരുമിച്ചിരുന്നത്. അതിൽ ആദ്യത്തേത് മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും. ഈ പടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പറയാനുള്ളത് അന്ന് കലോത്സവ വേദികളിലൂടെ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന അമ്പിളി ദേവി എന്ന ആക്ട്രസിനെയാണ്. ഫിസിക്കലിയും നല്ല ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോളായിരുന്നു അവർക്ക് ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. ഇവർ പിന്നീട് മലയാള സിനിമയിൽ ഒരു സ്ഥിര സാന്നിധ്യമായി മാറുമെന്ന് ഞാൻ അന്ന് കരുതിയിരുന്നെങ്കിലും അതുണ്ടായില്ല. പൃഥ്വിരാജിനെ സംബന്ധിച്ച് ഒരു ആംഗ്രി യങ് മാൻ റോൾ അതായിരുന്നു ഈ സിനിമയിലേത്. ഇനി അടുത്തത് വർഷം 2004 വെള്ളി നക്ഷത്രം. ചെറുപ്പത്തിലെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു മൂവി. ഈ ഒരു പടത്തെ എവിടെയും കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സിനിമ എന്ന് ലേബൽ ചെയ്യപ്പെട്ടതായി ഞാൻ ഓർക്കുന്നില്ല. തീർച്ചയായും ഒരു ഹൊറർ ചിത്രത്തിന് അങ്ങനെ ഒരു ലേബൽ കൊടുക്കില്ലല്ലോ. പക്ഷെ എൻ്റെ ഒരു അറിവിൽ കുട്ടികളാണ് ഈ സിനിമയുടെ ആക്ച്വൽ ഫാൻസ്. പിന്നെ പണ്ടാരോ പറഞ്ഞ പോലെ ഒരുപക്ഷെ ഇതിലെ പ്രേതത്തെ കണ്ട് നിങ്ങൾ പേടിക്കാതിരിക്കാം. പക്ഷെ ഇതിലെ സിദ്ദീഖിനെ വിത്ത് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്ന് കണ്ടാൽ ആരായാലും ഒന്ന് പേടിക്കും. ഇനി അടുത്തത് അതേ വർഷം വിനയൻ ചെയ്ത രണ്ടാമത്തെ ചിത്രവും പൃഥ്വിരാജിനൊപ്പമായിരുന്നു സത്യം. ഒരുപക്ഷെ സുരേഷ് ഗോപി എന്ന ആക്ടർക്ക് ശേഷം ഡസൻ കണക്കിന് ആക്ടേഴ്സ് മലയാളത്തിൽ അരങ്ങേറിയിട്ടുണ്ടെങ്കിലും ഒരു പോലീസ് വേഷം ഇത്രക്ക് വെടിപ്പായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല. ആൻഡ് ആദ്യകാലങ്ങളിൽ പൃഥ്വിരാജിനെ ഏറ്റവും നീറ്റ് ആൻഡ് സ്റ്റൈലിഷ് ആയി കണ്ടൊരു സിനിമയും ഇതായിരുന്നു. പിന്നെ പണ്ട് ചെറുപ്പത്തിൽ ഒരു പോലീസിന്റെയും കള്ളന്റെയും കഥ പറഞ്ഞ് അതിന്റെ അവസാനം സത്യത്തിൽ ആരാ പോലീസ് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരമായിട്ട് നമ്മൾ ആ ചോദ്യത്തിലെ ഒരാളുടെ പേര് പറയുമ്പോൾ സത്യത്തിൽ പൃഥ്വിരാജാണ് പോലീസ് എന്നൊരു ട്വിസ്റ്റഡ് ഉത്തരം വരുന്ന ഒരു കടങ്കഥയും 90s കിഡ്സിന് ഈ സിനിമയുടെ ബേസിലുണ്ട്. ഇനി അടുത്തത് വർഷം 2005 അത്ഭുത ദ്വീപ്. ഇവരുടെ ഏറ്റവും ഒടുവിലത്തെ കൊളാബറേഷൻ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഫിക്ഷണൽ കാറ്റഗറിയിൽ കഴിഞ്ഞ ഒരു 25 വർഷത്തിൽ മലയാളത്തിൽ വന്നതിൽ ഏറ്റവും മികച്ച ഒരു ചിത്രം. 2004 ഉണ്ടായിരുന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ചെയ്തൊരു സിനിമ എന്ന നിലയിൽ ഈ പടത്തിന് ഒരു വേൾഡ് ക്ലാസ് എസ്തെറ്റിക് ഉണ്ടെന്ന് പറയാനൊന്നും സാധിക്കില്ലെങ്കിലും മലയാള സിനിമയുടെ ലിമിറ്റ് വെച്ച് ഇതൊരു ഒന്നൊന്നര സിനിമ തന്നെയായിരുന്നു. അതന്നും ഇന്നും. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ കൂട്ടുകെട്ടിലെ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ചിത്രം ഏതെന്ന് കമന്റ് ചെയ്യുക.